നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പണ്ടൊരു സമയത്ത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് പാഞ്ഞെടുത്ത അന്തർവാഹിനി, എന്നാൽ ദിവസങ്ങൾക്കകം അത് കടലിൽ മുങ്ങുകയാണ് ചെയ്തത്. മുക്കിയതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നു. അതേക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം നിലനിന്ന ഒരു സമയമുണ്ടായിരുന്നു. 1971 അവസാനം. അന്ന് കറാച്ചി തുറമുഖത്ത് നിന്നും പാകിസ്ഥാൻ നാവികസേനയുടെ അന്നത്തെ ഏറ്റവും മികച്ച മുങ്ങിക്കപ്പലിലൊന്നായ PNS ഘാസി കടലിലേക്ക് ഊളയിട്ട് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ചാര അന്തർവാഹിനിക്കുണ്ടായിരുന്നത്. ഒപ്പം പല ഖനന ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ കർത്തവ്യം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു നോവ് തന്നെ സമ്മാനിക്കുമായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ നാവിക പടക്കുതിരയായ INS വിക്രാന്തിനെ തകർക്കുക എന്ന ലക്ഷ്യവും അതിൽ പ്രധാനമായിരുന്നു. അതനുസരിച്ച് തന്നെയായിരുന്നു ആ മുങ്ങിക്കപ്പൽ ഇന്ത്യൻ തീരത്തേക്ക് അടുത്തത്. എന്നാൽ പിന്നീട് ആ മുങ്ങിക്കപ്പലിനെ പറ്റി യാതൊരു വിവരവും പുറം ലോകത്തിന് ലഭിച്ചില്ല. ഇതിനേറെ പറയുന്നു, പാകിസ്ഥാന് പോലും ഒരു തുമ്പും കിട്ടിയില്ല. ഒരു രഹസ്യ ഉദ്യമത്തിൽ ഇന്ത്യൻ നേവിയുടെ കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പൽ സമർത്ഥമായ തന്ത്രങ്ങളിലൂടെ ഘാസിയെ തകർത്തു എന്ന വാർത്തകളാണ് പിന്നാലെ പുറത്തു വന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ആഴങ്ങളിൽ ആ മുങ്ങിക്കപ്പൽ മറഞ്ഞുപോയി. ഇന്ത്യൻ പടക്കപ്പൽ INS രജ്പുത് ക്ലാസ് അത് തകർത്തതാണെന്നും അത് തന്നെത്താൻ പൊട്ടിത്തെറിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്നും പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ തന്നെ അതിനെ തകർത്തതാണ്. ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അത്രയും കഠിനമായതുകൊണ്ട് തന്നെ അതിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ അതിന് കഴിഞ്ഞില്ല എന്നുകൂടിയാണ്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം 50 വർഷത്തിനിപ്പുറം ഈ മുങ്ങിക്കപ്പലിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പാക്കിൻ്റെ അന്തർവാഹിനിയായ PNS ഘാസിയുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുകയാണ്. കടലിൽ നിന്നുമാണ് ഈ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ DSRV വെഹിക്കിൾ, ഡീപ്പ് സബ്മർജൻസ് റെസ്ക്യൂ വെഹിക്കിളാണ് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 1971 യുദ്ധകാലത്ത് പാകിസ്ഥാൻ സേനയുടെ ആക്രമണ മുങ്ങിക്കപ്പലായിട്ടുള്ള PNS ഘാസി വിശാഖപട്ടണത്തിനടുത്തായിരുന്നു കടലിൽ ദുരൂഹമായി മുങ്ങിപ്പോയത്. അന്ന് കപ്പലിലുണ്ടായിരുന്ന 93 പാകിസ്ഥാൻ നാവികർ മുങ്ങിത്താഴുകയായിരുന്നു, കൊല ചെയ്യപ്പെടുകയായിരുന്നു ചെയ്തത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തായിരുന്നു INS വിക്രാന്തിനെ നശിപ്പിക്കുക, ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്തെ ഖനനം ചെയ്യുക, ഇന്ത്യയിൽ നിന്നും ചാര വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ഉദ്യമത്തോടുകൂടി PNS ഘാസിയെ വിന്യസിച്ചത്. ഇന്ത്യൻ തീരത്ത് നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെ 100 മീറ്റർ താഴ്ചയിലായിരുന്നു ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയത്. അതായത് ആ പ്രദേശത്ത് തന്നെ ആയിരിക്കണം ഇത് തകർന്നിട്ടുണ്ടായിരിക്കുന്നത്. 1944 അമേരിക്കൻ നാവികസേനയുടെ USS ഡയാബ്ലോ എന്ന പേരിൽ നിർമ്മിച്ച മുങ്ങിക്കപ്പലാണ് പിന്നീട് പാകിസ്ഥാൻ ഏറ്റെടുത്ത് പാകിസ്ഥാന് 1963 വായ്പയായി നൽകി PNS ഘാസിയാക്കി പുനർനിർമ്മിച്ചത്. പാകിസ്ഥാൻ നാവികസേനയുടെ ആദ്യത്തെ അന്തർവാഹിനിയായി തന്നെ ഇത് മാറുകയുണ്ടായിരുന്നു. 1971 ഡിസംബറിൽ അത് മുങ്ങുന്നതുവരെ കപ്പൽ നാവികസേനയുടെ ഭാഗമായി മാറിയിരുന്നു. അമേരിക്കൻ നേവിയുടെ ഭാഗമായിരുന്ന PNS ഘാസി പിന്നീട് പാകിസ്ഥാൻ ഏറ്റെടുത്തപ്പോഴായിരുന്നു പേര് മാറ്റി പുനർനിർമ്മിച്ച് ഘാസിയാക്കി മാറ്റിയത്. കമാൻഡർ സഫർ മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ PNS ഘാസി 1971 നവംബർ 14 കറാച്ചി തുറമുഖത്ത് നിന്നും പുറപ്പെട്ടത്. പിന്നെ ആ കപ്പലിനെക്കുറിച്ച് ആർക്കും ഇന്നുവരെയും ഒരു വിവരം കിട്ടിയില്ല. ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് മുൻപ് വരെയും. ഇന്ത്യൻ ഉപദ്വീപിന് ചുറ്റും 4800 കിലോമീറ്ററാണ് ഇത് സഞ്ചരിച്ചത്. ഏറ്റവും ഒടുവിലാണ് ലക്ഷ്യസ്ഥാനമായ വിശാഖപട്ടണത്തേക്ക് എത്തിയത്. നവംബർ 26 തിരികെ റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു ഘാസിയിൽ നിന്നും സന്ദേശം അവസാനമായി കിട്ടിയത്. പക്ഷേ പ്രതീക്ഷകൾക്ക് തിരിച്ചടി എന്നോണം ദുരൂഹമായ ചില കാരണങ്ങളാൽ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ അന്തർവാഹിനി അപ്രത്യക്ഷമാവുകയായിരുന്നു. പിന്നീട് അന്തർവാഹിനി കര കാണുകയേ ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ നേവി ഹിസ്റ്ററി വിഭാഗത്തിൻ്റെ അന്വേഷണത്തിനനുസരിച്ച് പാകിസ്ഥാൻ നേവിയുടെ കഥ എന്ന 1947-72 എന്ന പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് PNS ഘാസിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു? വളരെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു അതിലൂടെ മനസ്സിൽ കണ്ടിരുന്നതെന്ന് ഈ പുസ്തകത്തിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഏഷ്യൻ ടൈംസിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനെ പൂർണ്ണമായും തച്ചുടയ്ക്കുക, അവയെ കണ്ടെത്തി അതിനെ പൂർണ്ണമായും നശിപ്പിക്കുക, ഇതുതന്നെയാണ് ഈ കപ്പലിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പിന്നീട് ഖനനവും ചാരപ്രവൃത്തിയും ഒക്കെ ഇതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇന്ന് ഘാസിയുടെ വിവരങ്ങൾ പുറം ലോകത്തിന് അറിയിച്ചതിന് പിന്നാലെ സേന വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങൾ ഘാസിയുടെ അടുത്തെത്തി അവശിഷ്ടങ്ങൾ നേരിട്ട് കണ്ടു.
അതിദാരുണമായി ജീവൻ പൊലിഞ്ഞ സൈനികരോടുള്ള ആദര സൂചകം. അതുകൊണ്ട് തന്നെ അതിൽ തങ്ങൾ സ്പർശിച്ചിട്ടില്ല. ഒരു നാവികസേനാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. വിശാഖപട്ടണം തീരത്ത് മുങ്ങിയ ഈ അന്തർവാഹിനിയിൽ 11 ഉദ്യോഗസ്ഥരും 82 നാവികരും ഉൾപ്പെടെ 93 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിദാരുണമായ ഒരു അപകടമായി തന്നെയാണ് ഇന്ന് ഇന്ത്യൻ നാവികസേന ഇതിനെ നോക്കിക്കാണുന്നത്. അവർക്കുള്ള ജീവൻ പൊലിഞ്ഞവർക്കുള്ള ആദര സൂചകമായി തന്നെയാണ് ആ ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അന്തർവാഹിനി മുങ്ങിയതല്ല, മുക്കിയതാണെന്നുള്ള ആരോപണം അന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. INS വിക്രാന്ത് ഇതിനെ മുക്കിയെന്നും പലരും പറഞ്ഞിരുന്നു. എന്നാൽ അതല്ല, INS രജ്പുത്താണ് ഇത് തകർത്തതെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും 1971 യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായി തന്നെയാണ് PNS ഘാസിയുടെ മുങ്ങലും ഏവരും നോക്കിക്കാണുന്നത്. 1972 ബംഗ്ലാദേശ് രൂപീകരണത്തോടെയാണ് ഇന്ത്യ പാക് യുദ്ധത്തിന് അറുതി വന്നതും പാകിസ്ഥാൻ്റെ തലയിൽ വലിയൊരു തിരിച്ചടിയായതും. എന്നാൽ ഇപ്പോഴും പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് ഘാസിക്കുള്ളിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടാകണം. ഇന്ത്യൻ നാവികസേന തന്നെ സ്ഥാപിച്ച ചില സുരക്ഷാ വസ്തുക്കളിൽ തട്ടി ഈ അന്തർവാഹിനിക്കൊരു സ്ഫോടനം ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം വിശാഖപട്ടണം തുറമുഖത്ത് ഇത് മുങ്ങിപ്പോയതെന്നും തുറമുഖത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധ വസ്തുക്കൾ ഇന്ത്യ സ്ഥാപിച്ചതെന്ന് കരുതുന്നവരുമുണ്ട്. പ്രധാനികൾ പാകിസ്ഥാനികൾ തന്നെയാണ്. എന്നാൽ PNS ഘാസി മാത്രമല്ല, ഘാസിയെ കൂടാതെ മറ്റവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റോയൽ ഇന്ത്യൻ നേവിയുടെ HMIS ജുംനയും ഓസ്ട്രേലിയൻ നേവിയുടെ ഇപ്സ്വിച്ചും ചേർന്ന് മുക്കിയ ജാപ്പനീസ് അന്തർവാഹിനിയായ RO-110യുടെ അവശിഷ്ടങ്ങളും DSRV ഇതോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ 12 രാജ്യങ്ങളിൽ DSRV പോലെയുള്ള സാങ്കേതിക വിദ്യയുണ്ട്. അതിൽ മുൻപന്തിയിൽ ഇന്ത്യ നിൽക്കുന്നതിന് കാരണവും ഇതുപോലുള്ള വിഷയങ്ങൾ തന്നെയാണ്. പണ്ട് മുതലേ ഇന്ത്യക്കുണ്ടായ തിരിച്ചടികൾ. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് മുൻപന്തിയിൽ. 40 രാജ്യങ്ങൾക്ക് അന്തർവാഹിനികളുടെ ശക്തി ഉണ്ടെങ്കിൽ പോലും DSRV പോലുള്ള സാങ്കേതിക വിദ്യ അത് സൃഷ്ടിച്ചതിന് ശേഷം ഇന്ത്യ വളരെ മുന്നിലേക്ക് തന്നെയാണ് കുതിച്ചത്. 2018 മുൻപ് ഇന്ത്യക്ക് DSRV പോലുള്ള സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. പിന്നാലെയാണ് ഇത് കണ്ടെത്തിയത്. അന്തർവാഹിനി രക്ഷാപ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു മറൈൻ കപ്പലായി, ചെറു കപ്പലായി തന്നെ DSRVകളെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. 650 മീറ്റർ ആഴത്തിൽ വരെ ഇതിന് താഴേക്ക് ഉളയിട്ട് പോകാനും സാധിക്കും. വാണിജ്യ കപ്പൽ, യുദ്ധക്കപ്പൽ, അതല്ലെങ്കിൽ വിമാനം വഴി എവിടെയും DSRVയെ എത്തിക്കാൻ കഴിയും. അതിന് മറ്റ് കപ്പലുകളെ കണ്ടെത്താനും സാധിക്കും. വളരെ വേഗത്തിൽ തയ്യാറാക്കി കടലിൻ്റെ ആഴത്തിലേക്ക് ഇതിനെ താഴ്ത്താനും കഴിയും. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കൂടുതൽ 10 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഈ അന്തർവാഹിനികൾക്ക് കഴിയുമെന്നാണ് മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത്. കടലിനുള്ളിലെ ചരിത്ര ഗവേഷണത്തിനു കൂടി ഇതിപ്പോൾ ശക്തി പകരുകയാണ്. ഇതുവരെയും അമേരിക്കയുടെ പക്കൽ DSRVകൾ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയും അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൊരു ഘട്ടം വന്നിട്ടില്ല. അന്തർവാഹിനികളൊന്നും തന്നെ അങ്ങനെ മുങ്ങിപ്പോയതായോ തകർന്നു പോയതായോ ഉള്ള ചരിത്രം പിന്നീട് ആവർത്തിച്ചിട്ടില്ല. പക്ഷേ ഇനി ഭാവിയിൽ വളരെയധികം ഉപയോഗം ഇത് ചെയ്യുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.